സാധാരണയിൽ കവിഞ്ഞ അനർഹമായി അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. കേരളം മുഴുവൻ ഓടി നടക്കുന്ന അവരോട് പോലും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത നീതി ഇവരോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും ഒരു കാരണം അത് പറയാൻ പറ്റില്ല. ഇന്നലെ രാത്രി തന്നെ ഇതെല്ലാം പൂർത്തിയായതാണ്. നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് ഇന്നലെ 58 സീറ്റുകളിലാണ് ചർച്ച നടന്നത്. കേരളത്തിലെ 16 സീറ്റ് ഉൾപ്പെടെ ആ 58 സീറ്റുകളൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കഴിഞ്ഞ് കോൺഗ്രസ് പ്രസിഡന്റ് അത് ഒപ്പുവെച്ച് അത് ഇന്ന് തന്നെ അനൗൺസ് ചെയ്യും. അതിൻ്റെ ആ നടപടിക്രമത്തിൻ്റെ താമസം മാത്രമേ ഉള്ളൂ. അല്ല, അതെല്ലാം ആ ലിസ്റ്റിൽ വരാൻ പോകുന്ന കാര്യമല്ലേ. ഞാനത് മുൻകൂട്ടി പറയുന്നതിൽ അല്ലല്ല അല്ല അതല്ലോ അതെല്ലാം ഗൗരവതരമായി ഇന്നലത്തെ CEC മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ വശങ്ങളെക്കുറിച്ച് ഗൗരവതരമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിക്കേണ്ടത് AICC ആണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് അത് ഈ നമ്മുടെ സീറ്റ് മാത്രമല്ല, ഇന്നലെ 58 സീറ്റുകളുടെ ചർച്ച നടന്നു. എനിക്ക് തോന്നുന്നു 5 or 6 സ്റ്റേറ്റ്, കർണാടക ഉണ്ട്, അതുപോലെ ഛത്തീസ്ഗഡ് ഉണ്ടായിരുന്നു, പല സ്റ്റേറ്റും ഉണ്ടായിരുന്നു. 58 സീറ്റുകളുടെ ചർച്ച, നമ്മുടെ 16 മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇന്ന് അനൗൺസ് ചെയ്യും. നിങ്ങൾ ഓരോരുത്തർക്ക് അതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്കിത് വൈകുന്നേരം അനൗൺസ് ചെയ്യുന്നവരെ നമ്മൾ എല്ലാ ചർച്ചകളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തതിന് ശേഷമാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അതനുസരിച്ചുള്ള തീരുമാനം ഇതൊക്കെ ഞാൻ ലിസ്റ്റ് പുറത്തു വന്നു കഴിയുമ്പോൾ ഞാൻ പറയാം. നമ്മൾ ഇന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു മാറ്റമില്ല. ഇന്നലെ തീരുമാനിച്ചെങ്ങനെ ഞങ്ങൾ മാറ്റണത്? ഇന്നലെ ഇന്നലെ CEC 16 സീറ്റുകളിലും തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബാക്കിയുള്ള സീറ്റുകളൊക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂടെ ഒരു വ്യത്യാസമില്ല. അല്ല, അത് വരട്ടെ, പോകട്ടെ. ഞാൻ ഇന്നലെയും ശ്രീമതി പത്മജ വേണുഗോപാൽ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇത് കേരളത്തിലെ CPM പങ്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു റിട്ടയേർഡ് IPS ഓഫീസർ, ഇപ്പോഴും അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആണ് BJPയുമായിട്ടുള്ള ഇതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. കാരണം ഇങ്ങനെ ഒരാൾ അപ്പോൾ തന്നെ ഇന്നലെ ഏറ്റവും സന്തോഷം ഇന്നലെ CPM നേതാക്കന്മാർക്കായിരുന്നു. കാരണം ഒരു കോൺഗ്രസ് നേതാവ് BJPയിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ആഹ്ലാദം. കാരണം അത് കോൺഗ്രസിനെ മാനസികമായി കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ വിഷമമുണ്ടാക്കും, അത് ഞങ്ങളെ ദുർബലപ്പെടുത്തും എന്നൊക്കെയുള്ളൊരു കണക്കുകൂട്ടലാണ്. അത് ഞാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് പറയുന്നത്, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങളതിൻ്റെ മറുപടി, ഇപ്പോഴുള്ള ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കത് ബോധ്യമുണ്ടാവും. കറക്റ്റായിട്ട് ആരാണ് സംഘപരിവാറായിട്ട് പോരാടുന്നത് എന്ന് കൃത്യമായി ബോധ്യമാവും. ആരാണ് സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവും. ഇനി എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ റിസൾട്ട് വരുമ്പോൾ അത് പൂർണ്ണമായി ബോധ്യമാവും. അല്ല, ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ഡൽഹിയുമായിട്ട് ചില ബന്ധങ്ങളുണ്ടല്ലോ, സംഘപരിവാറുമായിട്ട് ചില ഇടനിലക്കാരുണ്ട് അദ്ദേഹത്തിൽ. അതിലൊരു ഇടനിലക്കാരനാണ് ഞാൻ ഈ പറഞ്ഞ ആൾ. അദ്ദേഹമാണ് ഇടപെട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അല്ലല്ല, നമ്മളിത് പോകുമ്പോഴല്ലേ നമ്മൾ അറിയണം. അതിന് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ ആര് പോകുന്നത്. ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു, അവർക്ക് പരാതി പറയാനുള്ള ഒരു അവസരവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പരാതി പറയാൻ സാധാരണയിൽ കവിഞ്ഞ അനർഹമായി അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. എത്രയോ വനിതാ കോൺഗ്രസ് നേതാക്കൾ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ എത്രയോ കഷ്ടപ്പെട്ട് കേരളം മുഴുവൻ ഓടി നടക്കുന്ന അവരോട് പോലും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത നീതി ഇവരോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും ഒരു കാരണം അത് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ ഒരു മൂത്ത സഹോദരിയെ പോലെയാണ്. കാരണം വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, കരുണാകരൻ്റെ മകളാണെന്നുള്ള ഒരു പ്രത്യേക ഒരു പ്രിവിലേജ് അവർക്ക് എപ്പോഴും കൊടുത്തിരുന്നു. അവരെന്ത് പറയാനും നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. മനസ്സിലായി? ഇത് ഞങ്ങൾക്ക് കൂടി ചില അനുഭവ പാഠങ്ങളാണ്. അനർഹരായവർക്ക് ഒന്നും ചെയ്തു കൊടുക്കരുത് എന്നും കൂടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് അവരുടെ 50 ലക്ഷം രൂപ പാർട്ടി ചോദിച്ചു.
22 ലക്ഷം രൂപ അവർ പാർട്ടിക്ക് തന്നു. ഇങ്ങനെ വാഹനത്തിൽ പോലും അവരെ ഇങ്ങനെ ഒരു പരാതി അവർ ഇതുവരെ പാർട്ടിക്ക് തന്നിട്ടില്ല. ഇതുവരെ പാർട്ടിക്ക് ഇതൊക്കെ ഇന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതുപോലത്തെ പരാതി പറയുന്നത്. ഇങ്ങനത്തെ ഒരു പരാതി അവർ ഇതുവരെ പാർട്ടിക്ക് തന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല.